ഹായ് ഗൈസ്, നമുക്കിന്നൊരു പട്ടാണി കുറുമ വെക്കാം. കുറുമ അല്ലെങ്കിൽ സാഗു എന്ന് പറയും, കുറുമ എന്നും പറയും. ഗ്രീൻ പീസ്, നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒക്കെ ഇത് കിട്ടുന്നുണ്ടായിരിക്കാം. ഇതിപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പൊളിച്ചെടുക്കണം. ഇത് പൊളിച്ച് ഉണക്കി എടുക്കുന്നതാണ് നമ്മൾ ഡ്രൈ പീസ് വരത്തില്ലേ, ഗ്രീൻ പീസിൻ്റെ തന്നെ ഡ്രൈ പച്ചപ്പട്ടാണി എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഉണങ്ങിയത്. പക്ഷേ ഇവിടെ നല്ല ഇതാണ്ട് ഫ്രഷായിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇതിട്ട് എങ്ങനെയാണ് ഒരു ഗ്രീൻ പീസ് കറിയെ മസാല വയ്ക്കുന്നതെന്ന് നോക്കാം. എന്താ കണ്ടോ, ഇത് നല്ല ഇതാണ്, സോഫ്റ്റ്. നമ്മളിങ്ങനെ ഞെക്കിയാൽ ഇതായി പോകും. കണ്ടോ, ഇങ്ങനത്തേത്. നമുക്കപ്പോൾ ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ കൂടെ വേറെ ഇച്ചിരി വെജിറ്റബിൾസ് കൂടെ ഒക്കെ ചേർത്ത് ഇതൊരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതാണ്ട് 1 കിലോ, ഇത് 1 കിലോയ്ക്ക് 80 രൂപയാണ് ഇന്ന്. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇതിന് പിടിച്ചിട്ട് വില കൂടുതലാണ്. മറ്റുള്ള ദിവസം 60-70 രൂപയ്ക്കൊക്കെ കിട്ടും. വേണ്ട, നമുക്കിതാദ്യം പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം ഞാനിവിടെ പൊളിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. 1 കിലോ മേടിച്ച് ഇപ്പോൾ ഒരു 1/2 കിലോ 3/4 കിലോയോളം ഉണ്ട്. ഇത് അത്രയും കാണുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. പിന്നെ ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉള്ളി, സവാള ചെറുതായി അരിഞ്ഞത്. അതിപ്പം നമുക്ക് പട്ടാണി ചെറുതായ കാരണം ആ വലിപ്പത്തിൽ, അതിനോട് ഒരിച്ചിരി വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് തക്കാളി, പുളിക്ക് ആവശ്യമായ തക്കാളി അതും ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി കറിവേപ്പില നമ്മൾ ഇതിനകത്തിട്ട് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും നമുക്ക്. ഞാൻ കഴുകാൻ ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ, ഫ്രഷ് കരിവേപ്പില. അപ്പം അത് നല്ലപോലെ കഴുകണം. ഇവിടെയൊക്കെ ഒരു മരുന്നൊക്കെ തളിക്കുന്നതാണ്. നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിതിനോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കുറച്ചിടാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിക്കൊണ്ട് ഉപ്പിടാം. അത് കഴിഞ്ഞിട്ട് ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് 2 വിസിൽ വിടാം. എന്ന് പറഞ്ഞാൽ ഇത് പച്ചപ്പട്ടാണിയല്ലേ, അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരു ഗ്ലാസ് ഒഴിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മതി. അപ്പം ഇനി അതിനകത്തുനിന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് നമുക്ക് 2 വിസിൽ വിടാം. 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ, വെന്ത് കിട്ടും. ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാല നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയൊരു മുറിയായിരുന്നു. അപ്പോൾ ഏറെ പീരയൊക്കെ ഉണ്ട്, തേങ്ങാപ്പീരയുണ്ട്. ചിരകിയ തേങ്ങ 1 മുറി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മുടെ പട്ടാണിക്കകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടിയെ, ഇത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ ആവശ്യമുള്ളത്രയും നമുക്ക് ഇട്ടാൽ മതി. എത്ര വേണോ അവരവരുടെ ആവശ്യത്തിന്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് അതിനകത്ത് കീറി ഇടാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് മുളക് പൊടി ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണിന് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ. നമ്മൾ മുളക് പൊടി എത്ര എടുക്കുന്നു അത്ര എടുക്കണം. മല്ലിപ്പൊടി എത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാമേ. ഞാൻ പെരിഞ്ജീരകം അത് 1 സ്പൂണ്, ഞാൻ കൈയളവ് ഇങ്ങനെ ഇടുവാണ്. പിന്നെ നമുക്ക് കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു അത് മസാലയ്ക്ക് ആവശ്യമായത്. ഞാൻ ഇത്രയും കറുവപ്പട്ട വേണ്ട ഒരു 3-4 ചെറിയ പീസ് അതും എടുത്തിട്ടുണ്ട്. കാരണം കുറഞ്ഞാൽ കയ്യിലിങ്ങനെ പൊടിച്ചാൽ ഇങ്ങനെ പൊടിയുന്ന മാതിരി ചെറിയ പീസുകളാണ്. അതും എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാലയൊക്കെ എത്ര വേണോ, ചിലർക്ക് കുറച്ച് മതി, ചിലർക്ക് ഏറെ വേണം. ഞാനിപ്പം ഒരു ശകലം ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായത് ഇട്ടിട്ടുണ്ട്. അവരവർക്ക് എത്ര വേണോ അത്ര ഇടാമേ. ഇതെല്ലാം കൂടെ നമുക്ക് നൈസായിട്ടൊന്ന് അരയ്ക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു
5-6 കാഷ്യൂം കൂടെ അരയ്ക്കുന്നുണ്ട്. കാഷ്യൂം കൂടെ അരയ്ക്കുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു ഗട്ടി കിട്ടും, കട്ടിയായിട്ട് കിട്ടും, നല്ലൊരു ടേസ്റ്റാണത്. ഇതെല്ലാം നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ പട്ടാണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി മസാല ചേർത്ത് കൊടുക്കാം. മോര് കാച്ചാൻ വെച്ചേക്കും, അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അച്ഛന് രാവിലെ ഇച്ചിരി ലേറ്റായി പോയി. നമ്മുടെ പട്ടാണി വെന്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഉണ്ടെന്നാലും നമ്മൾ ആവശ്യത്തിന് ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നോക്കിക്കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഉപ്പ് നോക്കിക്കൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പില്ല, ഇച്ചിരി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചത് കഴിഞ്ഞിട്ട് നമുക്കിതിന് കടുക് വറുത്ത് കൊടുക്കാം. നന്നായി തിളച്ച ആ മസാല വാസന എല്ലാം പോകണം. അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് വരുത്തും. കണ്ടോ, നമ്മുടെ പട്ടാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വേണ്ട കറി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ കറിയെല്ലാം അങ്ങനെ നന്നായിട്ട് ഇവിടെ തിളച്ച് ആ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ എന്താ പറയുക, നമുക്കിതിനി കടുക് വറുക്കാമേ. ഇച്ചിരി കൂടെ ഒന്ന് ഇതാകട്ടെ. നമുക്കപ്പോഴത്തേക്ക് ഈ അടുപ്പിലോട്ട് ഇനി ഒരടുപ്പുണ്ടല്ലോ, നമുക്ക് അവിടോട്ടൊന്ന് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. താളിച്ചെങ്കിടുന്ന ഞാനത് ഇതിനകത്തോട്ട് കടുക് താളിക്കുന്നതിനകത്തോട്ട് ഞാൻ 2 ഉണക്കമുളകും കൂടെ കട്ടിച്ചിടുന്നു. അത്രേ ഉള്ളൊരു വ്യത്യാസം, അല്ലാതെ കൂടുതലൊന്നുമില്ല. ഇവിടെ കടുക് താളിക്കുന്നതിനകത്തോട്ട് നമുക്ക് ആദ്യം ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയെ എന്നെ ഒന്ന് ചൂടാകട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. ആദ്യം മറന്നുപോയി. നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു. നൈറ്റും കഴിഞ്ഞിട്ട് വന്നു. അച്ഛന് 10-10:30 ആകുമ്പോഴത്തേക്ക് അച്ഛൻ കഴിക്കുന്നത് ഡെയിലി. അന്നേരം ഇരുന്ന് എൻ്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നു. മോന് ഇന്ന് വരുവേ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞ് ഇച്ചിരി പ്ലാനൊക്കെ ഉണ്ട്. അത് കാരണം ഉച്ചക്കലത്തേക്ക് ഒന്നിച്ച് ചോറും കറിയെല്ലാം അങ്ങ് വെച്ചിട്ട് ഇപ്പോൾ ഇത് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് 2 ഉണക്കമുളകും കൂടെ മുറിച്ചിടാം. ഉള്ളിയുടെ കൂടെ കിടന്ന് അതുകൂടെ മുറിക്കും. കറിവേപ്പില എല്ലാം ഉരിച്ച് കൈ പിടിക്കുന്നതാണ് കേട്ടോ. അല്ല, അതിൻ്റെ പ്രൊസീജിയർ പ്രകാരമാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ എപ്പോഴും കറിക്ക് ഏറെ കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കറി നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങനെ നമ്മുടെ കടുക് താളിച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കറിക്കറി ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാം. ലാസ്റ്റിൽ നമുക്കിതിനകത്തോട്ട് ഒരു
1/2 ടീസ്പൂണ് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം ആദ്യമേ ചേർക്കുകയാണെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. നമ്മുടെ ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ. ഇപ്പോൾ ആ ചൂടിലൊന്ന് ഇതായാൽ മതി. അങ്ങനെ നമ്മുടെ താളിപ്പുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താളിപ്പ് നമ്മുടെ കറിക്കകത്തോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ സാഗു എന്ന് പറയും, പിന്നെ മസാല എന്ന് പറയും. നമുക്ക് ഇഷ്ടം, നമ്മുടെ ഇഷ്ടം ഏത് വേണേലും നമുക്ക് പറയാം. കണ്ടോ? അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് സാഗു ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. சாப்பாடு போடுறேன். எங்கள் அப்பா கொஞ்சமாக தான் சாப்பிடுவாங்க. நல்லா சுட சுட சாதம் போதுமா? சும்மா கொஞ்சோண்டு தான். அப்புறம் இது க்ரீன் பீஸ் குழம்புங்கப்பா. க்ரீன் பீஸ் இப்போ வாங்கிட்டு வந்தோம் இல்லை, அது பட்டாணி, பச்சை பட்டாணின்னு சொல்லுமே, அது குருமா மாதிரி செஞ்சது. போதுமா? அப்புறம் இங்கே பாருங்க, வெண்டைக்காய் பொரியல் இருக்குது, அது வைக்கட்டுமா? வெண்டைக்காய் மெழுக்கு வரட்டின்னு நாங்கள் சொல்கிறது, நீங்கள் உங்கள் பாஷையில் பொரியல். வெண்டைக்காய் மெழுக்கு வரட்டி வைக்கட்டுமா? அப்புறம் மோர் இருக்குது பாருங்க, மோர். மோர் குழம்பு ரொம்ப நாளாச்சு, உங்களுக்கு கோல்டு இல்லையா, அதனால வைக்கல, இன்னைக்கு வச்சுட்டோம். அப்புறம் ரசம் இருக்குது, சாப்பிட்டுங்க. உங்களுக்கு ஏதாவது வேணும்னா சொல்லுங்கள். உப்பு பத்தலைன்னா கொஞ்சம் போட்டுக்கோங்க. பட்டாணி குழம்பு இங்கே வைக்கிறேன், சாப்பிடுங்க. அப்போ சாப்பிட்டு சொல்லுங்க பட்டாணி குழம்பு எப்படி இருக்குன்னு. பால் போடணுமா? சூடாக இருக்குதாப்பா? மார்க்கெட்டுக்கெல்லாம் போயிட்டு வந்ததுனால லேட் ஆகி போயிடுச்சுப்பா. அப்புறம் இந்த பட்டாணி எல்லாம் உரிக்கணும் இல்லை, அதனால கொஞ்சம் லேட் ஆயிடுச்சு. எப்போவுமே டிஃபன் தான் சாப்பிடுவாங்க. இன்னைக்கு காலையில் வந்து லேட் ஆனதுனால கொஞ்சம் ரைஸ். இன்னைக்கு 11 மணி ஆயிடுச்சு. இப்போ குழம்பு வேணும்னா இன்னும் கொஞ்சம் ஊற்றுங்க. எங்கள் அப்பா ஜாஸ்தி குழம்பு ஊற்ற மாட்டாங்க, கொஞ்சம் தான் குழம்பு ஊற்றி சாப்பிடுவாங்க. கிழக்கு தொகுதி இடைத்தேர்தலுக்கான இறுதி நாள் வேட்புமனு தாக்கல் என்பது தற்பொழுது சரியாக 11 மணிக்கு தற்பொழுது தொடங்கி இருக்கின்றது. மாலை 3 மணி வரைக்கும் இந்த வேட்புமனுக்களை தாக்கல் செய்யலாம் என அறிவிக்கப்பட்டிருக்கிறது. இன்றுதான் கடைசி நாள் என்பதால் பச்சை மிளகு அது இது எல்லாம் பொறுக்கி வச்சு தட்டில் வைக்கும். தேங்காய், இந்த இதில் போட்ட தேங்காய் எல்லாம், மெழுக்கு வரட்டியில் தேங்காய் வச்சா அந்த தேங்காய் எல்லாம் அப்பா எடுத்து வைப்பாங்க. பொங்கல் விடுமுறை தினங்கள் வந்ததால் 10 மற்றும் 13 திமுகவை பொறுத்தவரைக்கும் வேட்பாளர் வி.பி. சந்திரகுமார் சரியாக 12 மணிக்கு இந்த வேட்புமனுவை தாக்கல் செய்வதாக. பட்டாணி வெந்துருச்சாப்பா? குழம்பு நல்லா இருக்குதா? ஓ நல்லா இருக்குது, இன்னும் கொஞ்சம் வேணுமா? உப்பு வேணுமாப்பா? பத்திலையா உப்பு உங்களுக்கு? எங்களுக்கு சரியா இருக்குது. நான் பார்த்தேன், எனக்கு சரியா இருந்துச்சு. இதில் போட்டுமா இதில் போட்டுமா? போதுமா? உங்களுக்கு சரியா இருந்தா எனக்கு சரியா இருக்குது. உங்களுக்கு வேணும்னா போட்டுக்கோங்க. பட்டாணி வெந்துருச்சாப்பா? நல்லா வெந்துருச்சு. அது இந்த பச்சை பட்டாணி தானே நாம் எப்பவும் வாங்குறது, இந்த காஞ்ச பட்டாணி. அது டைம் ஆகும் ஊற வச்சு வேக. இது க்ரீன் பீஸ் நல்லா இதாக வரும், பச்சையாக வரும். நம்ம உரிச்சு இப்படி கையில் நசுக்குனாவே இதாகிடும். சரி, பொறுமையாக நிதானமாக சாப்பிட்டுங்க. எங்கள் அப்பா வந்து குழம்பு ரொம்ப நல்லா இருக்குதான்.
സാപ്പറാണ്. ശരി, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.